മാനിഫെസ്റ്റേഷൻസ് ഒന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഇത് ഫുള്ളായിട്ട് കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കുടിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയാം. കുറേ ആയിട്ട് നമ്മൾ എല്ലായിടത്തും ഇൻസ്റ്റയിലാണെങ്കിലും എല്ലാം ഇങ്ങനെ കേട്ടിട്ടുള്ള കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്താലും നമുക്ക് ആ ഒരു കാര്യം കിട്ടുന്നില്ലെങ്കിൽ നമ്മളത് ചെയ്ത ടെക്നിക്കിലുള്ള തെറ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു മാജിക് അല്ല. അത് നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു മൈൻഡ് സെറ്റ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ എനർജി അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നടക്കുന്നൊരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ. നമ്മൾ കുറേ അടുത്ത് കണ്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ അത് മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് അത് കിട്ടി, അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് അത് കിട്ടി. ബട്ട് നമ്മളതൊന്നും ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിലേ തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫുള്ള് നെഗറ്റീവായിട്ട് ഇരുന്ന് നമുക്ക് ആ ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മാനിഫെസ്റ്റേഷൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് എനർജി വേണം, നമ്മുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് തോട്ട് വേണം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടില്ല. നമ്മളൊരു കാര്യം ഓക്കെ മാനിഫെസ്റ്റ് ചെയ്തെങ്കിൽ അതിനെ വിട്ടേക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അതിനോട്ടുള്ള ആക്ഷനാണ്. അല്ലാതെ അത് മാനിഫെസ്റ്റ് ചെയ്തു അയ്യോ ഇന്ന് നടന്നില്ല, നാളെ നടന്നില്ല, മറ്റന്നാൾ നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ ആ ചെയ്ത മാനിഫെസ്റ്റേഷൻ വർക്ക് ആവത്തുള്ളൂ. നമ്മുടെ തോട്ട്സ്, എനർജി അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം എന്താണോ അത് നമ്മൾ ക്ലിയർ ആയിട്ടൊരു ഐഡിയ വേണം. അതിന് വേണം എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അത് ചുമ്മാ കുറേ കാര്യം ചിന്തിച്ച് ഏതെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ എന്ന് വിചാരിച്ച് വർക്കാവും. നമുക്ക് എന്താണ് നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മൈൻഡിൽ സെറ്റ് ചെയ്തേക്കാം, അതിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യണമെന്ന്. എന്നിട്ട് നടക്കുമെന്ന് ചിന്തിച്ച് നിൽക്കരുത്. അത് നടന്നു, അത് പോസിബിളായി. നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തത് അത് നമ്മളുടെ മുന്നിൽ പോസിബിളായെന്ന് വേണം നമ്മൾ തിങ്ക് ചെയ്യാനായിട്ട്. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് റീതിങ്ക് ചെയ്യരുത്. അത് നടക്കുമെന്ന് ആലോചിക്കരുത്. ജസ്റ്റ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ചെയ്യണം. അപ്പോൾ വെറുതെ ഒരു മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ച് കിട്ടത്തുള്ളൂ. പലതരം മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. വിഷ്വലൈസേഷൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മാനിഫെസ്റ്റേഷൻ എന്നുള്ള കാര്യത്തിൽ വിശ്വാസമേ ഇല്ലല്ലോ. കാരണം വെറുതെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുക അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ബട്ട് നമ്മൾ നല്ലപോലെ വിഷ്വലൈസേഷൻ ചെയ്ത്, അതായത് നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് അതിനുവേണ്ടി നമ്മൾ ആക്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് വിഷ് ചെയ്തത് അത് കിട്ടിയിരിക്കും. അല്ല നമ്മൾ വെറുതെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യം നടക്കണമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. നമ്മളപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റിങ്ങൾ എന്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യുക. കാരണം ഇപ്പോൾ ഒരു ജോബാണ് വേണമെങ്കിൽ ഓക്കെ എനിക്കൊരു ജോബ് കിട്ടും, അതായത് കിട്ടും എന്ന് വിചാരിക്കാതെ എനിക്കൊരു ജോബ് കിട്ടി, ഞാൻ അതിന് വർക്ക് ചെയ്യുന്ന നല്ലപോലെ അതിന് എനിക്ക് സാലറി കിട്ടുന്നു, ഓക്കെ ഞാൻ അങ്ങനെ മൈൻഡ് വിചാരിക്കണം. അല്ലാതെ എനിക്ക് ജോലി കിട്ടുമോ അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ജോലി കിട്ടണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കുത്തിയിരുന്നാൽ ജോലി കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എഫേർട്ട് ഇടണം. അപ്പം നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ എന്തിനാണ് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് കിട്ടിയിരിക്കും. ഞാൻ ചെയ്തിട്ട് എനിക്കൊരു ഇതായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ. നമുക്ക് എന്താണോ വേണ്ടത് അത് വിഷ്വലൈസ് ചെയ്യുക. നമ്മുടെ മൈൻഡ് കാമാക്കി വെച്ച് ആ നടന്നതുപോലെ വിഷ്വലൈസ് ചെയ്യുക. ഉറപ്പായിട്ടും ആ ഒരു എന്താണ് പറയുക അതിൻ്റെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തത് അത് നമുക്ക് കിട്ടിയിരിക്കും. പിന്നെ നമ്മൾ ആ മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് പിന്നെ റീതിങ്ക് ചെയ്യരുത്. ഓക്കെ നമ്മൾ ഡെയിലി അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. അതായത് ഇന്നൊരു കാര്യം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തു ഓക്കെ നാളത്തേക്ക് അത് നടക്കണമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അത് കിട്ടിയിരിക്കും. എഗെയിൻ ഒന്നുകൂടി ഞാൻ പറയും, നമ്മുടെ മൈൻഡാണ് ഇതിൻ്റെ എല്ലാ ഒരു എന്താ പറയണ്ടേ സെൻറ്റർ പോയിന്റ് എന്ന്. അപ്പം നമ്മുടെ മൈൻഡ് അത്രമാത്രം നമ്മൾ കാമാക്കി പോസിറ്റീവാക്കി വെച്ചിട്ട് മാത്രം ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കും മാനിഫെസ്റ്റ്, നിങ്ങളുടെ വിചാരിക്കുന്ന കാര്യം ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ വഴി നടക്കട്ടെ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.